എന്നെ ചിറ്റാറ്റുകര LPS ചെന്നു. എന്താ കുട്ടിയുടെ പേരെന്ന് വെച്ചപ്പോൾ അച്ഛൻ പറഞ്ഞ് സലിം എന്നാണെന്ന് പറഞ്ഞു. കാരണം കുട്ടി ഹിന്ദു അല്ലേ, ഇത് പേര് കേട്ടാൽ മുസ്ലിങ്ങളൊക്കെ പോലെ ഇരിക്കുന്നു, കുട്ടിയുടെ പേരിൻ്റെ കൂടി കുമാർ കൂടി ചേർത്തേക്കെന്ന് പറഞ്ഞു. അങ്ങനെ കുമാർ ചേർത്ത് എന്നെ ഹിന്ദുവാക്കി. ആ ജാതകത്തിൽ കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നു ഞാൻ മിമിക്രിക്കാരനായിരിക്കും. അപ്പോൾ എൻ്റെ മോൻ്റെ ജാതകം എഴുതിയപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു അവൻ ശസ്ത്രക്രിയ ചെയ്യുന്ന ഡോക്ടറാവുമെന്ന്. ആ പറഞ്ഞ പോയ മോൻ ഇപ്പോൾ കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോൾ LLBക്ക് പഠിക്കുന്നു. ഗുരുദേവനോട് ചോദിച്ചു അദ്ദേഹത്തെ ശിഷ്യന്മാർ, എന്തുകൊണ്ടാണ് അങ്ങ് സഹോദരനെ പിന്നെ ശിഷ്യനായിട്ട് സ്വീകരിച്ചത്? അയാൾക്ക് ദൈവവിശ്വാസമൊന്നുമില്ലല്ലോ, അയാളുടെ പ്രവൃത്തിയിൽ ദൈവമുണ്ടെന്നാണ് പറഞ്ഞത്. നമസ്കാരം. ഈശ്വര വഴക്കില്ലല്ലോ. ഇത് ഒരു ടെലിവിഷൻ പരിപാടി എന്നതിലുപരിയായിട്ട് എൻ്റെ ആത്മകഥാംശമുള്ള എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയാണ്. ഓർമ്മ വച്ച കാലം മുതൽ ഇന്ന് വരെയുള്ള ഞാൻ കണ്ടുമുട്ടിയ ഓരോ കഥാപാത്രങ്ങളും അവരുമായിട്ടുണ്ടായ രസകരമായ അനുഭവങ്ങളുമാണ് ഞാൻ ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഒരാളെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയേണ്ടത് അയാളുടെ നാടിനെക്കുറിച്ചാണ്. ചരിത്രമുറങ്ങുന്ന പറവൂരാണ് എൻ്റെ നാട്. ഈ ചരിത്രമുറങ്ങുന്നതെന്ന് ഞാൻ പറഞ്ഞാൽ എല്ലാ നാട്ടിലും ചരിത്രമുറങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, ഈ ചരിത്രത്തിന് ഉറക്കമില്ലാതെ യാതൊരു പണിയില്ല. ഈ ഉറങ്ങിക്കിടക്കുന്ന ചരിത്രത്തെ അല്ലാതെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഭൂമിശാസ്ത്രപരമായി പറയുകയാണെങ്കിൽ കേരളത്തിൻ്റെ ഏകദേശം മധ്യഭാഗത്താണ് ഞങ്ങളുടെ ഈ പറവൂർ. ഇത് 1956 മുമ്പായിരുന്നെങ്കിൽ തിരുവിതാംകൂർ മഹാരാജ്യത്തിൻ്റെ വടക്കേ അറ്റത്ത സ്ഥലമാണ് പറവൂർ. ഈ പറവൂർ ഭരിച്ചിരുന്നത് ശ്രീപത്മനാഭ സ്വാമി ദാസന്മാരായിരുന്ന തിരുവിതാംകൂർ രാജാക്കന്മാരുടെ സാമന്ത രാജാക്കന്മാരായ പാല്യത്തച്ഛന്മാരായിരുന്നു ഇവിടെ ഭരണം കൈയാളിയിരുന്നത്. ഇവിടുത്തെ ഭൂരിഭാഗം ജനങ്ങളും കയറുവിരി, നെയ്ത്ത്, പിന്നെ ചെത്ത്. നെയ്ത്തുകാർ തങ്ങളുടെ തറയിൽ തീർത്ത ഈണത്തിന് ചകിരിവിരിക്കാർ, തങ്ങളുടെ റാട്ടിൽ തീർത്ത രാഗത്തിന് ചെത്തുകാർ തങ്ങളുടെ പോത്തുംകാല്, ചെത്താൻ ഉപയോഗിക്കുന്ന പോത്തുംകാല് കൊണ്ട് കുലയിലടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ശബ്ദം കൊണ്ട് ഇവ മൂന്നും കൂടി ചേരുമ്പോൾ അതൊരു സംഗീതമായിട്ട് മാറും. ആ സംഗീതം കേട്ടുകൊണ്ടായിരുന്നു പറവൂരിൻ്റെ ഓരോ സുപ്രഭാതങ്ങളും പൊട്ടിവിടരുക. ഞാനീ പറഞ്ഞ കേട്ട് റാട്ടിൻ്റെ ഈണത്തിന്, നെയ്ത്തറി രാഗത്തിന്, ചെത്തുകാരുടെ താളം കേൾക്കാനായിട്ട് നിങ്ങളാരും ഇപ്പോൾ പറവൂർക്ക് വരണ്ട. കാരണം ഈ സംഭവമെല്ലാം ഈ നാടിൽ നിന്ന് മണ്ണോട് മണ്ണായി കഴിഞ്ഞു. റാട്ട് മെഷീനും റാട്ടും കൈത്തറിയും എല്ലാം ഇന്ന് മ്യൂസിയങ്ങളിലേക്ക് മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് ദുഃഖാവസ്ഥ. ചെത്തുകാരെ ഞാൻ നോക്കിയിട്ട് പോലും കാണാനില്ല. പക്ഷേ കള്ളിനാണെങ്കിൽ യാതൊരു കുറവുമില്ല. ഇത് എവിടെ ചെത്തണ കള്ളെന്ന് എനിക്കൊരു പിടുത്തമില്ല. അന്നത്തെ കാലത്ത് ഈ നെയ്ത്തുകാരെക്കാളും ഈ ചവരൂരിക്കാരെക്കാളും കൂടുതലായിട്ട് യുവാക്കളെ ആകർഷിച്ചിരുന്നത് കള്ളുചെത്ത്, തെങ്ങിയത്തിൻ്റെ പരിപാടിയിലേക്കായിരുന്നു. അതിന് കുറേ ആളുകൾ പറഞ്ഞു വരുത്തിയിരുന്നത് ഈ നാട്ടിലെ ബാത്റൂമുകൾ മറപ്പുര എന്നായിരുന്നു പറഞ്ഞിരുന്നത്. 4 ഇത് മാത്രമേ ഉള്ളൂ, സൈഡ് മാത്രമേ ഉള്ളൂ, മുകളുണ്ടാവില്ല. അങ്ങനെ ഈ 100 മുകളിലുള്ള തെങ്ങിൻ്റെ മുകളിൽ ചെത്തുകാർ നിൽക്കുന്നത് ഈ മറപ്പുരയിൽ നിൽക്കുന്ന സ്ത്രീകൾക്ക് കാണാൻ പറ്റില്ല. എന്നാൽ അത് വിശദമായിട്ട് തെങ്ങിൻ്റെ മുകളിൽ നിൽക്കുന്നത് കാണാം. അത് കാണാൻ വേണ്ടിയാണ് ഇത്രക്ക് ചെത്തിലേക്ക് ആളുകൾ തള്ളിക്കയറി പോയിരുന്നതെന്നാണ് കുറേ ദോഷൈകൃത്തുക്കൾ പറഞ്ഞിരുന്നത്. ഇവിടുത്തെ ചെത്തുകാരങ്ങനെയൊന്നുമില്ല, അങ്ങോട്ട് തിരിഞ്ഞു നോക്കുക പോലും ചെയ്തിട്ടില്ല. പക്ഷേ അവർ ചെത്താൻ വരുന്ന അതിരാവിലെ, നട്ടുച്ച, സായങ്കാലം, സന്ധ്യാനേരങ്ങളിലൊക്കെ ഇവിടുത്തെ സ്ത്രീകളാരും കുളിക്കാൻ ആ സമയത്ത് മലപ്പുറയിലേക്ക് കയറാറില്ലെന്നുള്ളത് ഒരു സത്യം മാത്രമാണ്. അതെന്താണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഏകദേശം ഇവിടുത്തെ ഭൂമിശാസ്ത്രത്തെക്കുറിച്ചും ഇവിടുത്തെ ജനങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയുള്ള ആ ചരിത്ര ഉറങ്ങിക്കിടക്കുന്ന പറവൂരിൽ നിന്നും ഏകദേശം 2-2.5 കിലോമീറ്റർ നമ്മളൊരു ബസ്സിലൂടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാലം കയറി ഇറങ്ങി, അതാണ് വടക്കേക്കര പാലം. പാലം കയറി ഇറങ്ങി വരുമ്പോൾ
നുരഞ്ഞു പൊന്തുന്ന കള്ളിൻ്റെ മണം കേൾക്കാം. അതാണ് TS നമ്പർ 14. അപ്പോൾ നിങ്ങൾ വിചാരിച്ചോളൂ ചിറ്റാറ്റുകര എത്തിയെന്ന്. അതാണ് എൻ്റെ നാടിൻ്റെ ഒരു ലാൻഡ്മാർക്ക്. അതിന് പൊതുവെ പറയുന്ന പേരാണ് വടക്കേക്കര. ഈ വടക്കേക്കര സത്യത്തിലൊരു ദ്വീപാണ്. പെരിയാർ കൈവഴിയായിട്ട് പറവൂരിൽ നിന്ന് തിരിഞ്ഞ് ഈ വടക്കേക്കരയെ ഒന്ന് വലം വെച്ചിട്ടാണ് അറബിക്കടലിൽ പതിക്കുന്നത്. അതായത് പെരിയാറിനെ തട്ടാൻ തീർത്ത പൊന്നരഞ്ഞാണം അരയിലണിഞ്ഞ ഒരു മാതക തിടമ്പാണ് ഞങ്ങളുടെ വടക്കേക്കര. അവിടെ നിന്നും ഒരു കിലോമീറ്റർ പടിഞ്ഞാട്ട് പോയാൽ ഒരു ദേവീക്ഷേത്രം കാണാം, കളരിക്കൽ ഭഗവതി ക്ഷേത്രം. അവിടെ നിന്ന് 2 വീടിൻ്റെ വടക്ക് ഒരു ഇടത്തര ഓട്ട വീട്. അതാണ് ഞാൻ ജനിച്ചു വളർന്ന ചിറ്റാറ്റുകരയിലെ കൂവപ്പറമ്പ്. പറവൂരിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ ഒരുപാട് കലാകാരന്മാരും കലാസാംസ്കാരിക രംഗത്ത് ലോകത്തിന് ഒരുപാട് സംഭാവന കൊടുത്ത ആളുകളുമുണ്ട്. കലാമകൽ സദാനന്ദൻ, പറവൂർ ഭരതൻ, MS ഗോപാലകൃഷ്ണൻ എന്ന ലോകപ്രശസ്ത വയലിനിസ്റ്റ് തുടങ്ങിയ ഒരുപാട് പ്രശസ്തർ. MSG മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇവിടെയുള്ള ആളുകൾ അറിയുന്നത് അദ്ദേഹം പറവൂർക്കാരനായിരുന്നു എന്നുള്ളത്. അപ്പോൾ MSG മരിച്ചപ്പോഴാണ് എനിക്കൊരു ആശയം തോന്നിയത്, പറവൂരുള്ള പ്രശസ്തരെക്കുറിച്ചൊരു പാട്ട് എഴുതണം. അങ്ങനെ എന്നേക്കാൾ കഴിയുന്ന വിധത്തിൽ ഞാൻ ഈ പറവൂർ കിട്ടാവുന്ന ആളുകളുടെയൊക്കെ ഡാറ്റ സംഘടിപ്പിച്ചു. ഞാനൊരു പാട്ട് എഴുതി, എൻ പറവൂർ എന്നാട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഓർത്തൊരു പേരായിട്ട് പറയുന്നില്ല. ഈ പാട്ടിൽ ഈ പറവൂരത്തെ കലാസാംസ്കാരിക രംഗത്തുള്ള എല്ലാവരും പേരുകളുണ്ട്. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആദരണീയമായ ഒരു വ്യക്തിത്വമായിരുന്നു P.K. ചൗധരിൻ്റേത്. ഒരു സാഹിത്യകാരൻ എന്നതിലുപരിയായിട്ട് ഒരു വിപ്ലവകാരി കൂടിയായിരുന്നു P.K. ചൗധരി. അദ്ദേഹം ഏഴിക്കര എന്നൊരു സ്ഥലമാണ് പറവൂരിനടുത്തുള്ള, പറവൂർ തന്നെയുള്ള ഒരു ഗ്രാമമാണ് ഏഴിക്കര. ഏഴിക്കര നിന്ന് പറവൂർ ബോയ്സ് ഹൈസ്കൂളിൽ പഠിക്കാൻ വന്ന 3-4 പുലയ കുട്ടികളെ നായർ പ്രമാണിമാർ ചേർന്ന് മർദ്ദിച്ചവസ്ഥയാക്കി. അങ്ങനെ ഇതറിഞ്ഞ കേശവദേവ് വേറൊരു സുഹൃത്തുമായി ചെന്ന് ഈ പുലിയ കുട്ടികളെ തല്ലിയ നായന്മാരെ തല്ലി. ഇതോടുകൂടി നായർ സമുദായത്തിന് ഈ കേശവദിനോട് എതിർപ്പുകളായി. പിന്നീട് ഒരു ദിവസം ഈ അവർണർക്ക് ക്ഷേത്രപ്രവേശനം കിട്ടാത്ത കാലഘട്ടത്തിൽ ഒരു പുലയ യുവാവിനെ കൊണ്ട് കള്ളംകുളങ്ങര ക്ഷേത്രത്തിലെ മണി അടിപ്പിച്ചു. ഇതോട് കലിമൂത്ത നായർ പ്രമാണിമാർ P. കേശവദേവിനെ പറവൂരിൽ നിന്നും ഊരുവിലക്കി. അങ്ങനെ അദ്ദേഹം പറവൂരിൽ നിന്ന് മാറി ആലപ്പുഴയിൽ ചെന്നു. അവിടെ ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി. പിന്നീട് അദ്ദേഹം പറവൂർക്ക് മടങ്ങി വന്നില്ല. അദ്ദേഹത്തിൻ്റെ സ്നേഹിതനുണ്ടായിരുന്നു പപ്പുക്കുട്ടി വക്കീൽ. അദ്ദേഹം ജീവിച്ചിരിക്കുന്നവരെയും ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. പപ്പുക്കുട്ടിയുടെ മരണത്തോടുകൂടി പിന്നീട് കേശവദേവ് പറവൂരിൽ വന്നിട്ടില്ല. അപ്പോൾ അതുപോലുള്ള അത്ഭുത പ്രതിഭകളെ, നൂറ്റാണ്ടുകളിൽ ഒരിക്കൽ മാത്രം ഇവിടെ ജന്മം കൊള്ളുന്ന അത്ഭുത പ്രതിഭകളെ മറന്നുകൊണ്ട് എനിക്ക് ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ കഴിയില്ല. അപ്പോൾ അദ്ദേഹത്തിന് ആദരപൂർവ്വം പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. പിന്നീട് എനിക്കൊരാളെക്കുറിച്ച് കൊണ്ട് പറയാനുണ്ട്. ആദ്യം പ്രശസ്തരായ ആളുകളെക്കുറിച്ച് പരിചയപ്പെട്ട് ഞാൻ എന്നെക്കുറിച്ച് പറയാം. ഇത് ഞങ്ങളുടെ തൊട്ടടുത്ത നാടാണ്. തൊട്ടടുത്ത നാടെന്നല്ല, പണ്ടിത് വേറെ രാജ്യമായിരുന്നു. ഞങ്ങളുടെ നാടിൽ നിന്ന് ചിറ്റാറ്റുകരയിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പുയപ്പള്ളി എന്നൊരു സ്ഥലമുണ്ട്. 1 കിലോമീറ്റർ വേണ്ട, 100 മീറ്റർ 200 മീറ്റർ ഉള്ളൂ. അവിടെ നിന്ന് പിന്നെ ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഒരു പുഴയാണ്. അത് ചെറായി പുഴയെന്ന് പറയും. ഈ ചെറായി പുഴയെന്ന് പറയുന്നത് പെരിയാറിൻ്റെ കൈവഴിയാണ്. പെരിയാറിൻ്റെ കൈവഴി പറവൂരെത്തുമ്പോൾ പറവൂർ പുഴയും, ആ പുഴ തന്നെ ചെറായിലെത്തുമ്പോൾ ചെറായി പുഴയും, മൊൻപത്തെത്തുമ്പോൾ മൊൻപം പുഴയും. അങ്ങനെ ഓരോ സ്ഥലം എത്തുമ്പോൾ ഒരു കള്ളനെ പോലെ ഈ പേരുകൾ മാറ്റി പറയുന്നൊരു സ്വഭാവം ഈ പുഴകൾക്കുണ്ട്. ഈ പുഴക്കെന്നല്ല, എല്ലാ പുഴകൾക്കും ഉണ്ട്. അപ്പോൾ ഈ പുഴയുടെ പക്കത്തായിരുന്നു ഞങ്ങൾ പണ്ട് കാറ്റുകൊള്ളാൻ പോയിരിക്കുമായിരുന്നു. അപ്പോൾ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടത്തിൻ്റെ അടിത്തറയിലായിരുന്നു ഞങ്ങൾ കാറ്റുകൊള്ളാനിരിക്കുന്നത്. നല്ല കാറ്റായിരിക്കുമല്ലോ അവിടെ. അതെന്താണെന്ന് അന്വേഷിച്ചു ഞങ്ങൾ. അപ്പോൾ അത് ചെക്ക് പോസ്റ്റുകളാണ്, പുഴയിരുത്തുകൾ.
അന്ന് ചെക്ക് പോസ്റ്റുകൾ പറഞ്ഞിരുന്നത് ചൗക്ക എന്നായിരുന്നു. കാരണം ഈ പുഴക്കക്കരെ കൊച്ചി രാജ്യമാണ്, പുഴക്കിക്കരെ തിരുവിതാംകൂർ രാജ്യമാണ്. അപ്പോൾ 2 രാജാക്കന്മാർ, 2 നിയമങ്ങൾ ഭരിക്കുന്ന നാട്. അതിൻ്റെ പേരിൽ ഇവിടുത്തെ എല്ലാവർക്കും നീന്തൽ നല്ല വശമാണ്. പുഴയിലൂടെയൊക്കെ പുല്ല് പോലെ നീന്തിപ്പോവും. ഞാൻ എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും നീന്തലറിയാം പാരമ്പര്യമായിട്ട്. അപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് ഈ കൊച്ചി രാജ്യത്ത് ആരെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ നീന്തി കയറി തിരുവിതാംകൂറിലൊന്ന് കയറും. അപ്പോൾ കൊച്ചി പോലീസിന് ഒരിക്കലും ഇവിടെ വന്ന് അറസ്റ്റ് ചെയ്യാനുള്ള അർഹതയില്ല. തിരുവിതാംകൂർ കുറ്റം ചെയ്ത ആൾക്കാർ നേരെ നീന്തി കയറി കൊച്ചിയിലേക്ക് പോകും. തിരുവിതാംകൂർ പോലീസിന് കൊച്ചിയിൽ നിന്ന് അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നിയമവുമില്ല. അങ്ങനെ കുറ്റം ചെയ്തവർക്ക് നീന്തൽ പഠിച്ചാൽ രക്ഷപ്പെടാം എന്നുള്ളത് ഒരു പക്ഷേ ലോകത്തിലെ തന്നെ ഒരു ഇളവ് കിട്ടിയ സ്ഥലമായിരിക്കാം ഞങ്ങളുടേത്. അപ്പോൾ ഈ ചൗക്കകൾ എന്ന് വെച്ചാൽ പിരിവിന് വേണ്ടി രാജാവ് സ്ഥാപിച്ചിട്ടുള്ളതാണ്. അപ്പോൾ കൊച്ചിയിൽ നിന്ന് എന്ത് സാധനം കൊണ്ടുവരണമെങ്കിലും ചൗക്കയിൽ അടുപ്പിക്കണം വള്ളം, അവർ ടാക്സ് ഇടും, അത് കൊടുക്കണം. അപ്പോൾ വളരെ വറുതിയുള്ള കാലം, ദാരിദ്ര്യമുള്ളൊരു കാലം. ഒരു സ്ത്രീ സ്വന്തം മക്കൾക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടി 2 ചക്ക ബന്ധുവിൻ്റെ വീട്ടിൽ നിന്നിട്ടുണ്ട്. വഞ്ചിക്ക് ഇങ്ങോട്ട് വരെയായിരുന്നു, ചാക്കുകൊണ്ടൊക്കെ മൂടിയിട്ടിട്ടുണ്ട്. അങ്ങനെ അവരോട് അടുപ്പിക്കാൻ പറഞ്ഞു, വെള്ളം അടുപ്പിക്കാൻ പറഞ്ഞു. അപ്പോൾ അവർക്ക് മനസ്സിലായി സംഭവം കുഴപ്പമാണ്, ടാക്സ് അടപ്പിക്കേണ്ടി വരുമെന്ന്. അങ്ങനെ അവർ അലമുറയിട്ട് കരയാൻ തുടങ്ങി. മോനെ ചാക്കപ്പോ, നീ ഇന്നലെ പ്ലാവിൻ്റെ കൊമ്പത്തായിരുന്നല്ല, ഇന്ന് വഞ്ചിയൊക്കെ എടുക്കണ കെടുപ്പ് വേണ്ടാന്ന് പറഞ്ഞിട്ട് അലമുറയിട്ട് കരയാൻ തുടങ്ങി. അപ്പോൾ ഈ ചൗക്കേർ ഉദ്യോഗസ്ഥന്മാർ ചോദിച്ച് ചാക്കപ്പൻ എന്ന മകൻ്റെ മൃതശരീരം കൊണ്ടുപോകുന്ന പാവം അമ്മയാണെന്ന് ചോദിച്ച് അവരെ വെറുതെ വിട്ടു എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരുപാട് കള്ളക്കഥകൾ ഈ ചൗക്കയെ പറ്റി ഞങ്ങൾ ചെറുപ്പകാലത്ത് കേട്ടിട്ടുണ്ട്. 2-3 ചൗക്കുകൾ തന്നെ ഇവിടെ ഉണ്ട്. ഒന്ന് കൊച്ചി രാജാവിൻ്റെ ചൗക്കയുണ്ട്, ഒന്ന് ഇവിടെ തിരുവിതാംകൂർ രാജാവിൻ്റെ ചൗക്കയുണ്ട്. അങ്ങനെ ഒരു 2-3 ചൗക്കുകൾ ഞങ്ങൾ ഈ പ്രദേശത്തുണ്ടായിട്ടുണ്ട്. അങ്ങനെ ആ ചൗക്കയുടെ ഇടിഞ്ഞു പൊളിഞ്ഞ ആ തറയിൽ ഞങ്ങൾ കാറ്റേറ്റിരിക്കുമ്പോൾ തൊട്ടപ്പുറത്തൊരു വീട് കാണാം. ആ വീടിനെ നോക്കി വളരെ ആദരവോടെ ഞങ്ങളിങ്ങനെ നിൽക്കുമായിരുന്നു. കാരണം അത് സഹോദരനയ്യപ്പൻ്റെ വീടാണ്. സഹോദരനയ്യപ്പൻ ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞ ഗുരുദേവൻ്റെ ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യന് വേണം ധർമ്മം, വേണം ധർമ്മം, വേണം ധർമ്മം യഥോചിതം എന്ന് പാടിയ സഹോദരനയ്യപ്പൻ. ഗുരുദേവൻ്റെ ശിഷ്യനായിട്ട് ഇരുന്നിട്ട് കൂടി ഗുരുദേവനേക്കാൾ ഒരു പടി കടന്ന് ചിന്തിച്ച മനുഷ്യനാണ് സഹോദരനയ്യപ്പൻ. അപ്പോൾ അദ്ദേഹം യുക്തിവാദിയായിരുന്നു. അപ്പോൾ ഗുരുദേവനോട് ചോദിച്ചു അദ്ദേഹത്തെ ശിഷ്യന്മാർ, ഈ എന്തുകൊണ്ടാണ് അങ്ങ് സഹോദരനയ്യപ്പനെ ശിഷ്യനായിട്ട് സ്വീകരിച്ചത്? അയാൾക്ക് ദൈവവിശ്വാസമൊന്നുമില്ലല്ലോ. അപ്പോൾ ഗുരു പറഞ്ഞത് അയാളുടെ പ്രവൃത്തിയിൽ ദൈവമുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഗുരു വരെ ഇത്രയ്ക്ക് നല്ലൊരു സർട്ടിഫിക്കറ്റ് കൊടുത്ത ഒരു മനുഷ്യനായിരുന്നു സഹോദരനയ്യപ്പൻ. ഈ സഹോദരനയ്യപ്പൻ്റെ ഏറ്റവും വലിയ ഒരു വിപ്ലവാത്മകമായിട്ടുള്ള ഒരു കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പന്തിഭോജനമായിരുന്നു. ഈ പന്തിഭോജനം നാട്ടിലുള്ള എല്ലാ ജാതിക്കാരെയും വിളിച്ചു വരുത്തി ഈ നമ്മുടെ ചക്കക്കുരുവും കടലയും കറി വെച്ച് ചോറിൽ ഉരുട്ടി എല്ലാവരും കഴിച്ചു. എല്ലാ ജാതിക്കാരും, നായർ, നമ്പൂരി. അപ്പോൾ അവിടെ കിട്ടാനായിട്ട് വിഷമം പുലയ സമുദായത്തിൽപ്പെട്ട 2 പേരെയായിരുന്നു. അങ്ങനെ ഇവർ തേടിപ്പിടിച്ചിട്ട് 2 പേരെ, അയ്യനെന്ന് പേരായ ആളെ അദ്ദേഹത്തിൻ്റെ മകൻ കണ്ണനെയും ഇവർക്ക് കിട്ടി. അവർ ധൈര്യപൂർവ്വം വന്ന് ആ ചടങ്ങിൽ പങ്കെടുത്തു. ആ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും ഭീകരമായിട്ടുള്ള പീഡനങ്ങളൊക്കെ ആയിട്ട് വന്നു. വലിയ വലിയ ജാതിക്കാർക്ക് വലിയ പീഡനങ്ങളേറ്റെങ്കിൽ ഈ പാവപ്പെട്ട അയ്യനും കണ്ണനും എന്തോരം പീഡനങ്ങളേറ്റുകയാണ്. പക്ഷേ ഇത് ചരിത്രമായിട്ട് വന്നു. പിൽക്കാലത്ത് എല്ലാവരുടെ പേരുണ്ട്. ഈ അയ്യൻ്റെയും കണ്ണൻ്റെയും പേര് ഈ ചരിത്രത്തിലുണ്ടായിരുന്നില്ല. അതാണ് ജീവിതത്തിലായാലും ചരിത്രത്തിലായാലും കറുത്തവനെന്നും കറുത്തവൻ തന്നെയാണ്. അത് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് അതിലൂടെ. ഞാൻ സഹോദരനയ്യപ്പൻ്റെ പേരിവിടെ പരാമർശിച്ചത് എൻ്റെ ജീവിതമായിട്ട് എന്ത് ബന്ധമുള്ളതായിരിക്കാം. എൻ്റെ പേര് തന്നെ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്.
കാരണം അന്നക്കാലത്ത് ചെറുപ്പക്കാർ സഹോദരയ്യപ്പൻ്റെ ഈ ജാതിപരമായിട്ടുള്ള ഈ വിപ്ലവാത്മകമായിട്ടുള്ള ഈ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരായി സ്വന്തം മക്കൾക്ക് പേര് കേട്ടാൽ ജാതി തിരിച്ചറിയാൻ പാടില്ലാത്ത പേരുകളിടും. ഉദാഹരണത്തിന് എൻ്റെ പേര് സലിം, ജലീൽ, ജമാൽ, നൗഷാദ് എന്നൊക്കെ ഹിന്ദു കുട്ടികൾക്ക്, പ്രത്യേകിച്ച് ഈഴവ കുട്ടികൾക്കൊക്കെ ഇടാൻ തുടങ്ങി. അങ്ങനെ ഈ സലീം അങ്ങനെ സലിംകുമാറായെന്ന് ഞാൻ പറയാം. അങ്ങനെ ഈ സലീമിനെയും കൊണ്ട് എന്നെ ചിറ്റാറ്റൂരെ LP ചെന്നപ്പോൾ എന്താ കുട്ടിയുടെ പേരെന്ന് വെച്ചപ്പോൾ അച്ഛൻ പറഞ്ഞ് സലിം എന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർ പറഞ്ഞു പറ്റില്ലല്ലോ അത്, കാരണം കുട്ടി ഹിന്ദു അല്ലേ, ഇത് പേര് കേട്ടാൽ മുസ്ലിങ്ങളൊക്കെ പോലെ ഇരിക്കുന്നു. അപ്പോൾ അച്ഛനും യാതൊരു ഐഡിയ ഉണ്ടായില്ല. അപ്പോൾ അച്ഛൻ ചോദിച്ചു എന്താ ചെയ്യുക. അപ്പോൾ ഒരു കാര്യം ചെയ്യും, കുട്ടിയുടെ പേരിൻ്റെ കൂടെ കുമാർ കൂടി ചേർത്തേക്കെന്ന് പറഞ്ഞു. അങ്ങനെ കുമാർ ചേർത്ത് എന്നെ ഹിന്ദു ആക്കി. അതായത് 5ാം ക്ലാസ് വരെയും ഞാൻ മുസ്ലിമായിരുന്നു. 5ാം ക്ലാസ് ശേഷം ഞാനങ്ങനെ വിശാല ഹിന്ദുവായി. 8 മക്കളിൽ ഇളയവനായിട്ടാണ് ഞാൻ ജനിച്ചത്. അപ്പോൾ 8 മക്കളുള്ളതിൻ്റെ പേരിൽ ഞങ്ങൾക്കാർക്കും ജാതകം എഴുതിയിട്ടുണ്ടായില്ല. കാരണം 8 മക്കളുടെ ജാതകം എഴുതി തന്നെ എന്ത് കാശാവും. അപ്പോൾ 8 മക്കളുടെ ജാതകം പോട്ടെ, ഞങ്ങൾ ജനിച്ച സമയം പോലും അമ്മക്കറിയില്ല. വർഷങ്ങൾക്കും ശേഷം എൻ്റെ മൂത്ത മകൻ്റെ ജാതകം എഴുതിച്ചപ്പോൾ എനിക്കൊരാഗ്രഹം തോന്നി, എനിക്കൊരു ജാതകം വേണം അറിയാനായിട്ട്. ഞാൻ അമ്മനോട് ചെന്ന് പറഞ്ഞു, അമ്മ എൻ്റെ ജനനത്തീയതി അറിയാമോയെന്ന് വെച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, കടയിലെ അമ്പിയുടെ 56-നാണ് നിന്നെ പ്രസവിച്ചത്. കടയിലെ അമ്പി എന്ന് വെച്ചാൽ എൻ്റെ അയൽവക്കത്തുള്ള ഒരു പെണ്ണാണ്, എൻ്റെ പ്രായമുള്ള അവളാണ്. അപ്പോൾ അവളെ പ്രസവിച്ച് 56 ദിവസം കഴിഞ്ഞിട്ടാണ് എന്നെ പ്രസവിച്ചത്. അതിനെ അമ്പിനെ ചെന്ന് കണ്ടു ചോദിച്ചു, നിൻ്റെ 56 എന്നായിരുന്നു അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൾക്ക് എന്നേലും കഷ്ടമാണ്, അവൾക്കും അറിയില്ല. അങ്ങനെ വലിയ കുഴപ്പമായി, ഈ ജാതകം കിട്ടാൻ യാതൊരു മാർഗവുമില്ല. അങ്ങനെ ഞാൻ നടൻ ജനാർദ്ദൻ ചേട്ടൻ്റെ അടുത്ത് ഒരു ദിവസം കണ്ടപ്പോൾ, ചേട്ടാ എനിക്കെൻ്റെ ജാതകം എഴുതിക്കുമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അതെന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ജാതകമുണ്ട്, കൊടുത്താൽ അപ്പം കിട്ടും എന്ന് പറഞ്ഞു. എനിക്കൊന്ന് എഴുതി തരുമെന്ന് പറഞ്ഞു. ജനാർദ്ദൻ ചേട്ടനെ ഏറ്റു. ഏകദേശം സമയം പറഞ്ഞു കൊടുത്തു. ഞാനൊരു കന്നിമാസത്തിലാണ്, ആയില്യമാണ്, 69-ലാണ്. അയാൾ ഡേറ്റൊക്കെ, കമ്പ്യൂട്ടർ ജാതകക്കാരൻ ഡേറ്റൊക്കെ നോക്കി എനിക്കൊരു ജാതകം കിട്ടി. ആ ജാതകത്തിൽ കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നു ഞാൻ മിമിക്രിക്കാരനായിരിക്കും, സിനിമാ നടനായിരിക്കും. ഞാൻ ഞെട്ടിപ്പോയി, ജാതകത്തിന് ഇത്ര ശക്തി ഉണ്ടാവുന്നു. അപ്പോൾ എൻ്റെ മോൻ്റെ ജാതകം എഴുതിയപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു അവൻ ശസ്ത്രക്രിയ ചെയ്യുന്ന ഡോക്ടറാവുമെന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി, കാരണം എൻ്റെ ജാതകം കറക്റ്റാണല്ലോ. സിനിമാ നടനായി, മിമിക്രിക്കാരനായിരുന്നു. അപ്പോൾ എൻ്റെ മോൻ എന്തായാലും ഡോക്ടറാവും. ആ പറഞ്ഞ പോയ മോൻ ഇപ്പോൾ കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോൾ LLBക്ക് പഠിക്കുന്നു. അപ്പോൾ ജനാർദ്ദനെന്ന് പറഞ്ഞാണ് സലിംകുമാറിൻ്റെ ഒരു ജാതകം വേണം, എളുപ്പമല്ലേ, മിമിക്രിക്കടി വന്ന് ഗൂഗിളെടുത്ത് നോക്കിയാൽ മതി. ഗൂഗിളിൽ നോക്കിയാൽ എളുപ്പമാണ്, ഒന്ന് മറ്റേ ഇതുപോലും ഗണിക്കണ്ട. അത് ഞാൻ സമ്മതിച്ചു. അതാണ് എൻ്റെ ജാതകവും മകൻ്റെ ജാതകവും. എൻ്റെ ജാതകം ശരിയായി, മകൻ്റെ ജാതകം ശരിയായില്ല. അപ്പോൾ നിങ്ങൾ ജാതകം എഴുതിക്കാൻ പോകുമ്പോൾ ഇന്ന ആളാണെന്ന് പറയരുത്. അവർ എല്ലാം എഴുതി കളയും ചിലപ്പോൾ.